ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല, പിന്നെ അതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി കഴിച്ചിട്ടുണ്ട്. വണ്ടി ബ്രേക്കിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ ബ്രേക്ക് ക്ലിയർ അല്ല. അതിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. ഒറിജിനൽ ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. അഡ്ജസ്റ്റിങ് നോക്കുമ്പോൾ ഏകദേശം ഈ മുക്കാൽ ഭാഗത്തോളം ഇത് ഇത്രയും കഴിഞ്ഞ് നിൽക്കണം കേട്ടോ. അപ്പോൾ പുതിയ ലൈനറാണ്, ഏകദേശം ഇത്ര അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണമുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹബ്ബിന് കംപ്ലൈൻ്റ് ആണ്, ഹബ്ബിന് തേയ്മാനമുണ്ട്. അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ നല്ല രീതിയിലൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ മില്ലിങ് ഉണ്ടോ, ഈ മില്ലിങ്ങും പ്രോബ്ലത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. കാരണം അത് ലൂസായി കിടന്ന് ഓടുമ്പോൾ ഈ നെറ്റ് ലൂസായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ ലൂസായിട്ട് കിടന്ന് ഓടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഈ മില്ലിങ് ഡാമേജ് വരും. അപ്പോൾ അതാണ് വണ്ടിക്ക് വന്നേക്കണത്. നിലവിൽ കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹബ്ബ് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഈ ഹബ്ബ് അസംബ്ലി മാറ്റുകയാണെങ്കിൽ ഫുൾ റിമ്മ് മാറ്റണ്ട, ഈ ഹബ്ബ് മാത്രമായിട്ട് കിട്ടും. അത് മേടിച്ച് മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെ തീർന്നു നോക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ലൂസാവണതിന് വേറൊരു റീസണും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയി നിൽക്കുകയാണ്. അതായത് ഇത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ്. ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് ചെക്ക് ചെയ്യുമ്പോൾ അതിന് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിൽ പ്ലേ ഉണ്ട്. അതിൻ്റെ ഒരു വേറൊരു ലക്ഷണമാണ് ഈ കാണുന്ന ഈ സൈഡിലേക്ക് ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗിയർ ബോക്സ് അഴിച്ച് ബെയറിങ് മാറ്റി ഓയിൽ സീലൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഹബ്ബും കൂടി മാറ്റിയിടാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് അവിടെ ക്ലിയർ ആയിക്കോളും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വീല് ടൈറ്റ് ചെയ്ത് നിർത്തിയാലും ഈ പറഞ്ഞ രീതിയുടെ കുറേ കഴിഞ്ഞുമ്പോഴത്തേക്കും വീല് ലൂസാവണേക്കാളും ഉപരി നിലവിലെ മില്ലിങ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി വെറുതെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുള്ളൂ, വണ്ടി അനുസരിച്ച് മൂവ് ആവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇടുമ്പോൾ ഹബ്ബും ഈ ഗിയർ ബോക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എസ്റ്റിമേറ്റ് ഇടണേ. നോക്കിയിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ശ്രദ്ധയിൽ പെടുന്ന കംപ്ലയിൻറ്റ്സ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് എത്ര ചിലവ് വരും എന്നുള്ള കേസ് കൂടി നമ്മൾ പറയുന്നുണ്ട്. തീരുമാനം നിങ്ങൾ നോക്കിയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ അപ്രൂവൽ തന്നാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ടയർ കട്ട ടയറാണ്, കട്ട റീസോൾ ചെയ്ത ടയറാണ്. അതിൻ്റെയാണ് വേറൊരു ആ വെട്ടൽ പോലെയൊക്കെ കാണിക്കുന്നത്, ആ ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോൾ ക്ലച്ച് സൈഡിൽ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാക്കിയത്തെ പാർട്സുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഓരോ പാർട്സുകളാണ്, വേരിയേറ്റർ ബോഡി ബോസ്റ്റ് എന്നൊക്കെ പറയുന്ന ഓരോ യൂണിറ്റാണ്. അപ്പോൾ അതൊക്കെ നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റൊക്കെയാലും ക്ലച്ച് ഷോക്ക് പുതിയ ക്ലച്ച് ഷോക്ക് കിടക്കണം. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബെൽറ്റും ഈ പറഞ്ഞ രീതിയുടെ പുതിയ ബെൽറ്റാണ്, ബെൽറ്റും കിടക്കണം കേട്ടോ. അപ്പോൾ ആ ഭാഗം ക്ലച്ചിനകത്ത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ക്ലച്ച് ഗ്രീസ് ചെയ്യുക, ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ ചെറിയ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് അവിടെ ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കയ്യോടെ അത് ഗ്യാസ്കറ്റ് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ കംപ്ലയിൻ്റ് അവിടെ മാറിപ്പോക്കോളും. പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. കാരണം ഇവിടെ ബാക്ക് വീലുമേന്ന് പറഞ്ഞ ചെളി, ഇവിടെ ഫ്ലാപ്പ് ഉണ്ടായിരുന്നു. ആ ഫ്ലാപ്പ് പോയിട്ട് ചെളി മൊത്തം അടിച്ചിട്ട് ഉള്ളിലേക്ക് കയറിയേക്കാം. കാർബേറ്ററിൻ്റെ മുകളിലൊക്കെ ആകെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ആ ഒരു ഫ്ലാപ്പ് പറഞ്ഞ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും. തന്നെയല്ല നമുക്ക് വാട്ടർ സർവീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പണായിട്ടൊന്ന് കഴുകുമ്പോൾ കാർബേറ്ററിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ അസംബ്ലിയും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതിന് പുറമെ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മിക്കവാറും കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കൂട്ടോ. ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ കാർബേറ്റർ അഴിക്കുള്ളൂ. കാരണം ഇപ്പോഴത്തെ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്രോൾ നമ്മൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള E20 പെട്രോളാണ് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ അഴിക്കാതെയാണ് നോക്കുകയുള്ളൂ. കാരണം അഴിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വണ്ടിക്ക്, ചില വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറാറില്ല സാധാരണ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ കാർബേറ്റർ അസംബ്ലിയൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ 99% നമ്മൾ അഴിക്കാത്ത രീതിയിൽ നോക്കാം. ബൈ ചാൻസ് ഇനിയിപ്പോൾ അഴിച്ച് വാട്ടർ സർവീസൊക്കെ ചെയ്യുന്ന സ്കൂട്ടത്തേക്കൂടെ വെള്ളത്തിൻ്റെ പ്രസൻസൊക്കെ ചെന്നാൽ പരമാവധി കവർ ചെയ്താൽ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ചെല്ലുകയോ അല്ലെങ്കിൽ പൊല്യൂഷൻ പാസ്സാവാതെ വരികയോ ചെയ്താൽ കാർബേറ്റർ അസംബ്ലി കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. ഏകദേശം ചുരുങ്ങിയത് ഒരു 500 തുടങ്ങി 550 രൂപ അടുത്ത് നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രം ചിലവ് വരുന്നുണ്ട്. തന്നെയല്ല നമുക്കതങ്ങനെ ചെയ്താലും പിന്നീട് കംപ്ലയിൻറ്റ്സ് മാറും, വന്നുകൂടായികയില്ല. കാരണം ഓവർഫ്ലോ കംപ്ലയിൻ്റൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പരമാവധി നമ്മളത് ഒഴിവാക്കലാണ് പതിവ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ തന്നെ വാട്ടർ സർവീസൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്താണ്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്, അത് നമുക്ക് മാറ്റിയിടണം. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ലൈനറൊക്കെ ആയാലും അത്യാവശ്യം നല്ല ലൈനറാണ്. ക്രൗണ് പിന്നീനൊക്കെ പുതിയതാണ് കിടക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിൽ ടയറും അത്യാവശ്യം പുതിയ ടയർ കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. ബാറ്ററി നമുക്ക് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഇത് ഇരിക്കുന്ന ബാറ്ററി 2025 ബാറ്ററിയാണ് കേട്ടോ, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകണമെന്നുള്ളൂ. വോൾട്ടൊക്കെ 12.95 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.42 തന്നെയാണ്.
നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഓയിൽ തത്വത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഓയിൽ ലെവൽ കുറവാണത്. കാരണം എന്ന് വെച്ചാൽ 3000 കിലോമീറ്റർ ഓടിയിട്ടാണ് ഈ വന്നേക്കണേന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ ഒരല്പം കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് അലർട്ടാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ കത്തി ലെവൽ കുറയണതാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് അടുത്ത ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഏതാണ് ഫസ്റ്റ് ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 1000 കിലോമീറ്റർ എന്നുള്ളത് ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെയാവും. ഇനി ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ 1000 കിലോമീറ്റർ പോലും ഒരു മാസം ചിലപ്പോൾ ഓടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിയാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ കയറിയിട്ട് അതിൻ്റെ ഈ എഞ്ചിൻ ഓയിലിൻ്റെ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനകത്ത് നോക്കുമ്പോൾ ലെവൽ കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കേസാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് നമ്മൾ മറന്നുവിടെ അല്ലെങ്കിൽ ഒഴിവാക്കി വിടുകയോ ചെയ്താൽ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിപ്പോയി കഴിഞ്ഞാൽ സ്പോട്ടിലാണ് നമുക്ക് പണി കിട്ടുക. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ റാങ്കൊക്കെ ഓയിൽ തീർന്നൊക്കെ പിടിച്ചാൽ 10-15,000 രൂപയൊക്കെ ചിലവ് തന്നെ കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓയിൽ ലെവലിൻ്റെ ഒരു അലർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഴപ്പമില്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്കങ്ങനെ യൂസ് ചെയ്യാം. അതല്ല കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കണം. അതല്ലെങ്കിൽ എന്താണോ അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് കൊടുത്തോളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറവ് കാണുമ്പോൾ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കില്ല, പിന്നെ അത് വലിയ പണിയൊക്കെ ആയിട്ടാണ് വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ലാതെ ഈ ഫ്ലോട്ടിൻ്റെയാണ്, ടാങ്ക് ഫ്ലോട്ടിൻ്റെ കേട്ടോ. അപ്പോൾ അത് മാറ്റി അത് ക്ലിയർ ചെയ്തിട്ടേക്കാം. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.